രാജ്യത്തിന് നേരെയുള്ള ആക്രമണങ്ങളെക്കുറിച്ചൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തിയ 25 പേർ യുഎഇയിൽ അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ 17 പേർ ഇന്ത്യക്കാരാണ്. സുരേഷ് വെള്ളിമുറ്റം ഒരിക്കൽ കൂടി തുടരുന്നുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങൾ പറയാനായിട്ട്. സുരേഷ്, ഒരു യുദ്ധ സാഹചര്യമാണ്, ആശങ്കയോടുകൂടി നോക്കുന്നതാണ് ലോകം. പലപ്പോഴും പല അവസരങ്ങളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ആവശ്യമില്ലാത്ത രീതിയിൽ ഓരോ പ്രചാരണങ്ങൾ നടത്തരുത് എന്നുള്ളതും. അത് പക്ഷെ കുറേ മനുഷ്യർ തുടരുന്നുണ്ട്. ഇതിപ്പോൾ 25 പേർ അറസ്റ്റിലായതിൽ 17 പേർ ഇന്ത്യക്കാരുമാണ്. അതാണ് പൂജ. കാരണം ഈ ആക്രമണം തുടങ്ങിയ അന്ന് മുതൽ യുഎഇയിലെ ഭരണകൂടം അല്ലെങ്കിൽ മറ്റ് GCC രാജ്യങ്ങളിലെ ഒക്കെ തന്നെ ഭരണകർത്താക്കൾ വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകുന്നുണ്ട്. ഒന്ന്, സർക്കാരിന്റെ ഔദ്യോഗിക ഭാഗത്തു നിന്നുമുള്ള ഒരു വിശദീകരണം മാത്രമേ വിശ്വസിക്കാവൂ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അറിയിപ്പുകൾ മാത്രമാണ് പരിഗണിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ യുദ്ധവും ആ പ്രതിരോധവും, യുദ്ധം സ്വാഭാവികമായും ഗൾഫ് രാജ്യങ്ങൾ വളരെ ശക്തമായിട്ടുള്ള പ്രതിരോധം നടത്തുന്നുണ്ട്. ആ രണ്ടിനെയും കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ, വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ ദൃശ്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള AI ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ദൃശ്യങ്ങൾ, ഇതൊന്നും ആളുകൾ വിശ്വസിക്കരുത്. അത്തരത്തിൽ ഉള്ള ദൃശ്യങ്ങളോ അല്ലെങ്കിൽ വാർത്തകളോ തെറ്റായ വിവരങ്ങളോ ഒക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കുമെന്ന് ഭരണകൂടങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും പല ആളുകൾക്കും ഇപ്പോഴും അതിന്റെ ഒരു ഗൗരവം മനസ്സിലായിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസം 45 പേരെയാണ് യുഎഇയിലെ പല ഭാഗങ്ങളിൽ നിന്നുമായി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം പൂജ പറഞ്ഞതുപോലെ തന്നെ 25 പേരെ അറസ്റ്റ് ചെയ്യുക, അതിൽ 17 പേർ ഇന്ത്യക്കാരാണ് എന്നുള്ള വിവരം. ഇങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും അറസ്റ്റിന്റെ വിവരങ്ങളും വാർത്തകളും വരുന്നുണ്ട്. പ്രധാനമായും ഒന്ന്, ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ ദൃശ്യങ്ങൾ എടുത്ത് പ്രചരിപ്പിക്കുക, അത് തെറ്റാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അവശിഷ്ടങ്ങൾ പോയി എടുക്കുക അല്ലെങ്കിൽ അതിനെ സമീപിക്കാൻ വേണ്ടി ശ്രമിക്കുക, എന്നിട്ട് അതിന്റെ ദൃശ്യങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക, അതും ഗുരുതരമായിട്ടുള്ള തെറ്റാണ്. അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ കാണുന്നത് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് വേറെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുള്ള ഒരു തീപിടുത്ത അപകടം അത് യുഎഇയിലേതായി ചിത്രീകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുക. ഇതൊക്കെ രാജ്യത്തിന് അപമാനകരമാണ്. അത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് ഗുരുതരമായിട്ടുള്ള ശിക്ഷ ലഭിക്കും. 1 വർഷത്തിൽ കുറയാത്ത ജയിൽ ശിക്ഷയുണ്ടാകും. അതോടൊപ്പം തന്നെ 1 ലക്ഷമോ അല്ലെങ്കിൽ 10 ലക്ഷം ദിർഹം വരെ ഒക്കെ വരുന്ന പിഴയുണ്ടാകുമെന്നൊക്കെ ആവർത്തിച്ച അധികാരികൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഗൗരവതരമായിട്ടുള്ള ഒരു നടപടി ഇക്കാര്യത്തിൽ യുഎഇയിലും മറ്റിടത്തും ഒക്കെ പോലീസ് നടത്തുന്നുമുണ്ട്. എല്ലാ ഇടങ്ങളിലും പോലീസ് നിരീക്ഷണത്തിലുമാണ്. ആളുകളുടെ മൊബൈൽ ഫോൺ അടക്കം പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. ആ ഫോണുകളിലൊക്കെ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ടോ, അത് പങ്കുവെക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാം. അതുകൊണ്ട് മലയാളികൾ അടക്കമുള്ള ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ഓർക്കേണ്ടത്, അനാവശ്യമായി ചെന്ന് ഇവിടെ ജോലി ചെയ്യാനും ജീവിക്കാനും വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അനാവശ്യകരമായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ ചെയ്തുകൊണ്ട് വെറുതെ അബദ്ധത്തിൽ ചെന്ന് വീഴരുത് എന്നുള്ളതാണ്. അത് കൃത്യമായി തന്നെ അധികാരികൾ. തീർച്ചയായും സുരേഷ്, അത് മനസ്സിൽ വെക്കേണ്ടതാണ് എല്ലാവരും. എന്നിട്ടും ചില മനുഷ്യരുണ്ട് ഇങ്ങനെയുള്ള ഓരോ അനാവശ്യമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്ത് ചെന്ന് കുരുക്കിൽപ്പെടുന്നുണ്ട്. ഇതങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഒരു കാര്യവും കൂടിയല്ല. ആശങ്കയുണ്ട് പലർക്കും, ലോകത്തിനാകെ തന്നെയും. അതിനിടയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ്, അതിൽ കടുത്ത നടപടിയും നേരിടേണ്ടി വരും എന്ന് വീണ്ടും പറയുകയാണ്. സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ നൽകിയത്.